കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 24-ാം വാക്യം. മനുഷ്യൻ്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഗതിയും വഴിയുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇംഗ്ലീഷ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എ പേഴ്സൺസ് സ്റ്റെപ്സ് ആർ directed by the Lord. How then can anyone understand their own way? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ്. ആ ഓരോ സ്റ്റെപ്പിലും മനുഷ്യൻ്റെ ഗതി ഓരോ മനുഷ്യനും കർത്താവ് അസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ്റെ വഴിയോ? ആ വഴി അവൻ സൂക്ഷിക്കണം. ആദാമിനെ ഏദൻ തോട്ടത്തിലാക്കി, അവൻ്റെ ഗതി വഴി മറിഞ്ഞുപോയി. ജോസഫിനെ ഈജിപ്തിലാക്കി, അവൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ പൊട്ടക്കിണർ, കാരാഗൃഹം, ശരിയാണ് ഗതി. പക്ഷെ വഴിയോ? അവൻ ദൈവത്തെ നോക്കി, സൂര്യനെ നോക്കി, സൂര്യകാന്തി പൂ പോലെ അവൻ്റെ വഴി മറിഞ്ഞു പോയില്ല. ദാനിയേലിന് നമ്മളെപ്പോലൊരു മനുഷ്യൻ ഒരു ദേശത്ത് പ്രവാസിയായിട്ടിട്ട് നിരാശപ്പെടാമായിരുന്നു, ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അവൻ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിന്നു. എല്ലാ മനുഷ്യനെക്കുറിച്ചും. കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒരു കുട്ടി ചോദിച്ചു, അവൻ ക്രിക്കറ്റ് ട്രെയിനിങ്ങിന് പോകുന്ന കുട്ടിയാണ്. അപ്പോൾ അവന് 12 വയസ്സായപ്പോഴാണ് അവൻ പോകുന്നത്. അപ്പോൾ അവൻ പറഞ്ഞില്ല, 5 വയസ്സായ പിള്ളേർ എൻ്റെ കൂടെ വരുന്നുണ്ട്, അവരിപ്പോഴേ ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് നല്ല കളിക്കാരാകും. പക്ഷേ അവനെ പഠിപ്പിച്ച ആൾ പറഞ്ഞ്, ഇല്ല, അവൻ്റെ ഗതി കർത്താവ് ഇട്ടിരിക്കുക. പക്ഷേ നീ 12 വയസ്സിൽ പോകുന്നതും അവൻ 5 വയസ്സിൽ പോകുന്നതും കർത്താവിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. അപ്പോൾ ചിലർക്ക് റിസോഴ്സസ് കിട്ടുന്നു, ചിലർക്ക് ഒന്നും കിട്ടുന്നില്ല. ചിലർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു, ചിലർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ഓരോരുത്തർക്കും കർത്താവ് ഗതി വെച്ചിരിക്കും. പക്ഷേ അവിടെയെല്ലാം വചനത്തിൽ നോക്കിയാൽ, ദൈവോന്മുഖമായിട്ട് ജീവിച്ചാൽ, ബൈബിൾ അറിയാത്തവന് പോലും അകത്തൊരു പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. ജോസഫിൻ്റെ കാലത്ത് ന്യായപ്രമാണം ഇല്ല, പക്ഷെ അകത്തൊരു പ്രമാണം ഉണ്ടായിരുന്നു. റോമാലേഖനം അതാ പറഞ്ഞു, എല്ലാ മനുഷ്യൻ്റെ അകത്തൊരു പ്രമാണം ഉണ്ടെന്നേ. ആ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ അത് നിനക്ക് വഴി കണ്ടെത്തും. വഴിയില്ലാത്തടത്ത് വഴി കണ്ടെത്തും. നീ പിന്നിലായി പോകാൻ ദൈവം സമ്മതിക്കില്ല. മറ്റവൻ, അതായത് നമ്മൾ പറഞ്ഞ ആൾക്കാർ, ചെറുപ്പത്തിലെ ട്രെയിനിങ് കിട്ടിയവർ, വിദ്യാഭ്യാസം കിട്ടിയവർ, റിസോഴ്സസ് ഉള്ളവർ, എത്തുന്ന ഡെസ്റ്റിനേഷനിൽ നീ വേറൊരു വഴിയിലൂടെ കയറി എത്തും, ദൈവോന്മുഖമായി ജീവിച്ചാൽ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ, നല്ല ശോഭനമായ ഭാവി നൽകട്ടെ, സന്തോഷം നൽകട്ടെ.